സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, കൃത്യമായി നമുക്ക് ഒരു അപകടത്തിൽ ആ ബസ് സ്റ്റോപ്പിൽ എത്ര ഉണ്ടായിരുന്നു എന്നൊരു ഏകദേശ ധാരണ കിട്ടിയാൽ മാത്രമേ ആ തെരച്ചിൽ ഊർജിതമാവുകയുള്ളൂ. അതിലൊരു ഒരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? ലക്ഷ്മി പറഞ്ഞതുപോലെ അവിടെ നിൽക്കുന്ന ദൃക്സാക്ഷികൾ പറയുന്നത് പ്രകാരമാണ് 8 പേരിൽ കൂടുതൽ ഉണ്ടായിരുന്നു സ്ഥലത്തെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പെട്ടെന്ന് അപകടം ഉണ്ടായത് കൊണ്ട് തന്നെ ആരും എത്ര പേരുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ അങ്ങനെ അതിന്റെ ഒരു കണക്കെടുക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിലിപ്പോൾ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരമാണ് 3 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളത്. പക്ഷേ ഉറപ്പിക്കുന്നില്ല. കാരണം രക്ഷാപ്രവർത്തനത്തിൽ കുട്ടികളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് രക്ഷിച്ചവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ചെന്നതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുട്ടികൾ ഇനിയും ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ, മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് തെരച്ചിൽ നടത്തുകയാണ്. ഊർജ്ജമായിട്ടുള്ള തെരച്ചിലാണ് നടത്തുന്നത്. വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ടിപ്പർ ലോറി വേഗതയിലായിരുന്നു എന്നുള്ളത് എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സൈഡ് കൊടുക്കുന്നതിനിടയിൽ മറിഞ്ഞതാകാം. എന്താണ് കാരണം എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും വലിയ അപകടമാണ് ഉണ്ടായത്. ഈ മണ്ണിനടിയിൽ കുട്ടികൾ പെട്ടുപോയതാണ് ഇത്രത്തോളം ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായത് എന്നുള്ളതാണ് ആളുകളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും അപകടം ഉണ്ടായ ഉടൻ തന്നെ ഈ പ്രദേശത്ത് വലിയ തിരക്കുണ്ടായിരുന്നു. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും അതുപോലെ തന്നെ ഓഫീസിലേക്ക് പോകുന്ന മറ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സൂര്യ, ഈ പുറത്തെടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികളെ മാത്രമാണോ? ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? എല്ലാവരും വിദ്യാർത്ഥികൾ തന്നെയാണോ? ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നവർ വിദ്യാർത്ഥികൾ തന്നെയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിൽ 5 പേരെ പൂർണ്ണമായിട്ടും പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ 5 പേരെ പുറത്തെടുത്തതിൽ 4 പേരും വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ കുടുങ്ങിയിട്ടുണ്ട് മണ്ണിനടിയിൽ എന്നുള്ളതാണ് അവിടെ നിന്ന് ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഗുരുതരമാണെന്നാണ് അല്പസമയം 3 വിദ്യാർത്ഥികൾ മരിച്ചു എന്നൊരു പ്രാഥമിക വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ അപകടമായി മാറുകയാണ് സൂര്യ. അത് തന്നെയാണ്. അതായത് വലിയ അപകടം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഹാഷ്മി. 3 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളത് ഈ രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ ഭാഗത്തു നിന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ മണ്ണിനടിയിൽ നിന്ന് ഈ അപകട സ്ഥലത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി പോയി എന്നുള്ള ഒരു വിവരം ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ രക്ഷപ്പെടുത്തിയവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി മറ്റ് കൂടുതൽ പരിശോധനകൾ നടത്തിയതിനു ശേഷം അതിൽ ഒരു ഉറപ്പ് പറയാമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ മണ്ണ് കയറ്റി വന്ന ലോറി ആയതിനാൽ രക്ഷാപ്രവർത്തനവും കുറച്ച് കഷ്ടമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കൂടുതൽ പേർ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സൂര്യഗായത്രി ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയാണ്. കൊല്ലത്താണ് നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് മുക്കോളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ബസ് കാത്തു നിന്ന കുട്ടികൾക്ക് നേരെ ടിപ്പർ ലോറി പാഞ്ഞ് മറിഞ്ഞ് പോയത്. ടിപ്പർ ലോറിയിൽ മണ്ണായിരുന്നു. അപ്പുറത്തത് റോഡ് പണിയൊന്നും നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് നേരത്തെ നെടുവത്തൂർ പഞ്ചായത്ത് മെമ്പർ ജലജ സുരേഷ് അടക്കമുള്ള കാര്യത്തിൽ നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറി കുട്ടികൾക്ക് നേരെ മറിയാനുള്ള കാരണം നേരെ എതിർ സൈഡിൽ നിന്നും ഒരു ബുള്ളറ്റ് ഇറങ്ങി വന്നു, ഒരു വാഹനം. അപ്പോൾ അതിലെ ഇടിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ദൗർഭാഗ്യവശാൽ അത് മറിഞ്ഞത് കുട്ടികളുടെ നേർക്കാണ്. മണ്ണ് കയറ്റി വന്ന ലോറിയാണ്. അപ്പോൾ അതിലെ മണ്ണും ഒരു മതിലിടിഞ്ഞ കാര്യം കൂടി നേരത്തെ സംസാരിച്ച് ജലജ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ണും കൂടി ഉണ്ട്. അതിനകത്ത് അധികം ആളുകളുണ്ടോ എന്ന പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 5 പേരാണ് ഇതിനോടകം പുറത്തെടുത്തത്. 5 പേരെ പുറത്തെടുത്ത 3 പേര് മരിച്ചുപോയി എന്നൊരു പ്രാഥമിക വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ബാക്കി 2 പേരുടെ നിലയും ഗുരുതരമാണ്. പുറത്തെടുത്ത 5 പേരെയും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് 5 കുട്ടികളെ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുത്തത്. ഇനിയും 1-2 പേർ അവിടെ ഉണ്ട്. മൊത്തം 8 പേരുണ്ട് എന്ന് ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആൾക്കാർ മണ്ണിനടിയിലുണ്ടോ എന്ന തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ബസ് സ്റ്റോപ്പിലേക്ക് ലോറി പാഞ്ഞു കയറിയുള്ള അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങേയറ്റം ദാരുണമായ, അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന സങ്കടകരമായ വാർത്തയാണ് രാവിലെ വരുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് അവർ. ആ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന കുട്ടികൾക്ക് മുകളിലേക്കാണ് എത്തിയത്. നേരത്തെ ഈ ലോറി മറിഞ്ഞവിടെ കിടക്കുകയായിരുന്നു. ആ ലോറി എന്തായാലും നൂത്ത് നിർത്തി. ടിപ്പർ ലോറി, ഈ പറയുന്ന JCB കൊണ്ടുവന്ന ഈ ലോറി നൂർത്ത് നിർത്തിയാണ് അതിനടിയിൽ കുട്ടികളുണ്ടോ എന്ന പരിശോധന സൂര്യഗായത്രി ചെയ്യുന്നത്. സൂര്യ, ഈ മണ്ണിനടിയിൽ എത്ര സമയം അവരെ കണ്ടെത്താൻ വൈകുന്നു അത്രയും ജീവന് പ്രശ്നമാണല്ലോ. അപ്പോൾ അതിവേഗതയിൽ മനുഷ്യസാധ്യമാവുന്നതിൻ്റെ പരമാവധി വേഗതയിൽ നടക്കുന്നുണ്ടോ രക്ഷാപ്രവർത്തനം സൂര്യ?
അതുതന്നെയാണ് ഈ രണ്ടുപേരുടെ നില ഗുരുതരമാണ്, അതീവ ഗുരുതരമാണെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ബൈക്കിൽ ഇടിച്ച് ടിപ്പർ മറിയുകയായിരുന്നു എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നത്. ബൈക്കിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഉണ്ടായ അപകടമാണെന്ന് പറയുന്നു. ഈ 3 മരണം എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് എന്നുള്ളതാണ്. ഇത് കുട്ടികളാണ് എന്നുള്ളതാണ് 3 പേരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ അപകടമാണ് നീലേശ്വരത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവർ സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. ബസ് കാത്തുനിന്ന സ്ഥലത്തേക്ക് ഈ ടിപ്പർ ലോറി ഇടിച്ചു കയറിയ അപകടമായതുകൊണ്ട് തന്നെ എത്ര പേർ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വിവരം ആർക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ്. ഈ രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ പുറത്തെടുക്കുന്നതനുസരിച്ചാണ് എത്ര പേർ ഉണ്ടായിരുന്നു എന്നതിൻ്റെ എണ്ണമൊക്കെ ഇപ്പോൾ തിട്ടപ്പെടുത്തുന്നത്. 3 മരണമെന്ന് പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് എന്നുള്ളതാണ്. കൊല്ലം റൂറൽ SP ആണ് 3 പേർ മരിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ പേർ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നത് എടുത്തു പറയണം. എന്തായാലും ഈ അതീവ ഗുരുതരാവസ്ഥയിലുള്ള പുറത്തെടുത്ത കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് കൃത്യസമയത്ത് മറ്റ് ചികിത്സകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഏർപ്പാടുകളും ശരിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ദൃക്സാക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ അറിയുന്നുണ്ട്. 3 മരണം സംഭവിച്ചിരിക്കുന്നു. 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. സങ്കടകരമായ വാർത്തയാണ് സൂര്യ. 3 മരണം സ്ഥിരീകരിക്കുന്നു എന്നുള്ളത്, 3 പേർ മരിച്ചു എന്നുള്ളതാണ്. സൂര്യ, 3 പേരും വിദ്യാർത്ഥികളാണോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്രതീക്ഷിതമായിട്ടുണ്ടായ അപകടമാണ് എന്നുള്ളത് തന്നെയാണ്. പെട്ടെന്നാണ് ബസ് സ്റ്റോപ്പിലേക്ക് ഈ പാഞ്ഞു കയറി ഇത്തരത്തിൽ ടിപ്പർ ലോറി കയറി വന്നിട്ടുണ്ടായിരുന്നത്. ആ ടിപ്പർ ലോറി അവിടെ കൂടി നിന്നവരുടെ ദേഹത്തേക്ക് സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.